കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ അത് ഭയങ്കരമായിട്ട് വൈറലായി. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ബീഹാറിലെ ഒരു ട്രെയിനിൽ ലോക്കൽ കമ്പാർട്ട്മെൻറ്റിൽ നടന്ന ചില സംഭവങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഇതാണ്, ആ ചെരുപ്പ് കയ്യിൽ വെച്ചിരിക്കുന്ന ആ സ്ത്രീ ഒരു പുരുഷനോട് ഭയങ്കരമായിട്ട് ആക്രോശിക്കുകയാണ്. കാരണം ഇവരുടെ സീറ്റിൻ്റെ തൊട്ടടുത്ത് അയാളുടെ ഭാര്യ വന്നിരിക്കുകയാണ്. ആ ഭാര്യയ്ക്ക് ഇവരുടെ സീറ്റിൻ്റെ നേരെ വന്നിരിക്കാനുള്ള യോഗ്യതയില്ല. കാരണം ഇവർ ബ്രാഹ്മണ സ്ത്രീയാണ്, പണ്ഡിറ്റാണ്. അത്തരത്തിലുള്ള സ്ത്രീയുടെ മുന്നിൽ വേറൊരു കീഴ്ജാതിയിൽപ്പെട്ടവർ ഇരിക്കാൻ പാടില്ല. മാത്രമല്ല അവരുടെ ഭർത്താവ് ഓവർസിയറാണ്, മകൻ എഞ്ചിനീയറാണ്. അതൊക്കെ കൊണ്ട് ഇവരുടെ അടുത്തിരിക്കാൻ പാടില്ല, അതുകൊണ്ട് ഇഴിച്ച് പോകണമെന്ന് പറഞ്ഞിട്ടാണ് ഈ ചെറുപ്പക്കാരനോട് ബഹളം വയ്ക്കുന്നത്. അവൻ കുറേ നേരമൊക്കെ മര്യാദയ്ക്ക് കേട്ടുകൊണ്ടിരുന്നു. അവൻ ഒതുങ്ങണതിൻ്റെ മാക്സിമം ഒതുങ്ങി അവൻ്റെ സീറ്റിലോട്ട് പോകാൻ നേരത്ത് വീണ്ടും ഇവള് മറ്റേ ചെരുപ്പും തൂക്കി പിടിച്ച് വന്നിട്ട് ഈ ചെറുക്കൻ്റെ അരി അടിക്കാൻ പോകുമ്പോഴാണ് അവൻ്റെ സർവ്വ കൺട്രോളും വിട്ട് അവളെ എടുത്തിട്ട് അടിച്ച്. അടിയെന്ന് പറഞ്ഞാൽ അറഞ്ചം പുറഞ്ചം എടുത്തിട്ട് അലക്കി. സംഭവം കൊള്ളാം, കണ്ടിരിക്കാൻ മാസാണെങ്കിലും ഇത് റിയൽ ലൈഫിൽ വരുമ്പം ഭയങ്കര പ്രശ്നങ്ങളാവും. നമ്മൾ ഒരു സ്ത്രീയെ തിരിച്ചടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം അവർ ചെയ്ത തെറ്റാണെങ്കിലും നമ്മൾ ആണായാലും പെണ്ണായാലും തിരിച്ച് കൈവയ്ക്കുന്നത് പ്രശ്നത്തിനൊരു പരിഹാരമല്ല. അതുകൊണ്ട് ഇത്തരത്തിൽ ട്രെയിൻ യാത്രക്കിടയിൽ സ്ത്രീകൾ നിങ്ങളെ ഉപദ്രവിക്കുകയോ അനാവശ്യ വാക്കുകൾ പറഞ്ഞ് പ്രകോപിപ്പിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഓരോന്നായിട്ട് ചെയ്യുക. ഇവിടെ ഒരു പ്രശ്നം കൃത്യമായി നടക്കാൻ പോകുന്നുണ്ട് എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ മൊബൈൽ ഫോണിൽ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുക. അപ്പോൾ ഒരു വഴക്കുണ്ടാക്കും, ബഹളമുണ്ടാക്കും. പോലീസ് സ്റ്റേഷനിൽ പോയാൽ പോലും നമുക്ക് പോലീസ് ഉദ്യോഗസ്ഥരുടെ പ്രവൃത്തികൾ റെക്കോർഡ് ചെയ്യാൻ അവകാശമുള്ള നാട്ടിൽ നമുക്കൊരു പ്രശ്നം നേരിടുമ്പം ആരുടെ, അതാണെന്നില്ല പെണ്ണെന്നില്ല, നമുക്ക് റെക്കോർഡ് ചെയ്യാനുള്ള അവകാശമുണ്ട്. ആവശ്യത്തിനുള്ള തെളിവായി കഴിഞ്ഞാൽ നിങ്ങൾ ഫോൺ എടുത്ത് 139 ഡയൽ ചെയ്യുക. റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൻ്റെ സഹായം തേടുന്നതിന് വേണ്ടി 182 നമ്പറിൽ ഡയൽ ചെയ്യുകയോ വേണം. പിന്നെ ഈ ട്രാൻസ്ജെൻഡേഴ്സൊക്കെ വന്ന് തുണി പൊക്കി കാണിക്കും. അങ്ങനെയൊക്കെയുള്ള നിങ്ങളെ മാനം കെടുത്തുന്ന വിഷയങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ, നിങ്ങളെ വേറൊരാൾ ആക്രമിക്കുകയാണെങ്കിൽ പോലും റെയിൽ മദാദ് എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. PNR നമ്പർ നമ്മൾ ആദ്യം ടൈപ്പ് ചെയ്യണം. എന്താണ് സംഭവിച്ചതെന്ന് ലളിതമായ വാക്കിൽ ടൈപ്പ് ചെയ്യണം. അതിൻ്റെ ഇൻസിഡൻറ്റ് ഡേറ്റും ടൈമും ഒക്കെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം. പിന്നെ സംഭവത്തിൻ്റെ ഫോട്ടോയോ വീഡിയോയോ അതിനകത്ത് അപ്ലോഡ് ചെയ്ത് കൊടുത്താലും നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള പരിഹാരം ഉണ്ടാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ല നല്ല യാത്രകൾ ഉണ്ടാവട്ടെ, പ്രത്യേകിച്ചും ട്രെയിനിൽ. പിന്നെയും പിന്നെയും ആരോഗ്യനാവിൻ്റെ പടികടന്നെത്തുന്ന പദനിസ്വനം.